ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവണം. എവിടെയാ നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് നോക്കാം. മരിമോൻ മുതൽ മൊട്ട വരെ ഉള്ളവർക്ക് മുഖ്യമന്ത്രി നിരത്തി പിടിച്ചു കൊടുക്കുന്ന കുറേ സീനുകൾ ഈ വീഡിയോയിലുടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതിലൊന്നാമത്തേത്, മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ആദ്യമായി നരേന്ദ്രമോദിയെ കാണാൻ ഡൽഹിക്ക് പോയ മുഖ്യമന്ത്രിക്കെതിരെ ഇവിടുത്തെ സഖാക്കൾ കുത്തിപ്പൊക്കിയ ഒരു മെയിൻ ആക്ഷേപമായിരുന്നു മുഖ്യമന്ത്രി അവിടെ ചെന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടാണ് റെയ്ഡ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച്. അന്ന് തന്നെ അത് എല്ലാ ചാനലുകളിലും വരികയും മുഖ്യമന്ത്രി കണക്കിന് കൊടുക്കുകയും ചെയ്തതാണ്. ഇത് അദ്ദേഹം ഒരു പ്രസംഗവേദിയിൽ സംസാരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻ ജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോഡിജി വിളിച്ചു, അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യും. എന്താ ഇവര് പറയും? അന്ന് കഴിഞ്ഞതാണത്. കഴിഞ്ഞ ആഴ്ച നടന്ന വലിയൊരു വിവാദത്തിന്റെ ബാക്കിയാണ് ഇനി മുഖ്യമന്ത്രി പറയാൻ പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഇടുന്ന പോസ്റ്റുകൾ സഹാക്കളുടെ എല്ലാം നീക്കം ചെയ്യുന്നു എന്നും അത് മുഖ്യമന്ത്രി മെറ്റ എന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കമ്പനിയോട് വിളിച്ചു പറഞ്ഞിട്ടാണെന്നും വലിയൊരു പ്രചരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ നടന്നത്. എല്ലാ നേതാക്കന്മാരും വാതോരാതെ പോസ്റ്റുകളും പ്രചരണങ്ങളും അഴിച്ചുവിട്ടിരുന്നതിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി അടിച്ചൊതുക്കി കൈ കൊടുത്തത്. അവസാനം മെറ്റ തന്നെ പറഞ്ഞു അവരുടെ കയ്യബദ്ധം പറ്റിയാണ്, അവരുടെ ബൈ മിസ്റ്റേക്കാണ്, AI ടൂളിലുണ്ടായിരുന്ന പാകപ്പിഴ കൊണ്ട് പറ്റിയതാണ്. പക്ഷെ ഇപ്പോഴും അതങ്ങോട്ട് വിഴുങ്ങുവാൻ സഹാക്കൾക്ക് പ്രയാസമാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം. ഇതൊന്ന് കാണാം. പിന്നെ പറഞ്ഞു, നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു, എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റ വരെ കേൾക്കും. ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ്. പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. അടുത്തതാണ് നമ്മളുടെ റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ടയാരനു വേണ്ടി സ്പെഷ്യലാക്കി തയ്യാറാക്കി കൊടുത്തത്. കാപ്പിക്കടക്കാരൻ മൊട്ടയാരനെ നമുക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഗിന്നസ് ബുക്കിൽ വരെ കയറിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി കോഴിക്കോട്ട് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് വിളിച്ചുകൂവിയ മൊട്ടയാരുണിന് വേണ്ട മുഖ്യമന്ത്രിയുടെ വക 70 സമ്മാനം. പിന്നെ പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നീ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും, പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്താ കുഴപ്പം? എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയ്ക്ക് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഇനിയും കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതൊന്നുമല്ല, 600 കോടി രൂപയുടെ നിക്ഷേപകരുടെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. ഇനി അഥവാ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ എന്താണ് കുഴപ്പമെന്നാണ് മുഖ്യൻ ചോദിക്കുന്നത്. തന്നെയുമല്ല, താൻ വേണേ തട്ടുകട വരെ ഉദ്ഘാടനം ചെയ്യാൻ പോകും, അതിനെന്താ പ്രശ്നം എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതോടെ മൊട്ടയാരണ്ണിന് സമാധാനമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തത് പിടിക്കാം. ഇതേമാതിരി ബുധനാഴ്ച തോറുമാണ് കൊടുക്കാറുള്ളത്. ഇന്ന് പതിവിലും നേരത്തെ ഈ പ്രസംഗത്തിനിടയ്ക്ക് തന്നെ എല്ലാവർക്കും ഉള്ളത് ചായക്ക് കടി എന്നവണ്ണം വീതം വെച്ച് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം മരിമോൻ റിയാസ് വലിയവായിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ബുധനാഴ്ചത്തെ പത്രസമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ നാറ്റമാണ് ഉണ്ടാകുന്നത്. ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ എന്നതുമാതിരി ബുധനാഴ്ചത്തെ പത്രസമ്മേളനം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നാറ്റമാണ് ഉണ്ടാകുന്നതെന്ന ഡയലോഗ് മരിമോൻ വിട്ടിട്ടുണ്ടായിരുന്നു. മരിമോൻ റിയാസിനുള്ള വകയാണ് മുഖ്യമന്ത്രി ഈ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവണം. എവിടെയാ നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണോ? എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല.
അപ്പം റിയാസ് മോൻ ഉള്ളതും കൊടുത്തു കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്ക് വ്യക്തികളുടെ പുറകെ പോകുന്നതും അവർ ഇതേമാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മറുപടി കൊടുക്കാനും ഒന്നുമല്ല നേരമുള്ളത്. നാടിന് വികസനം ഉണ്ടാക്കാനുള്ള ഒത്തിരിയും പദ്ധതികളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ ബാക്കി വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ. മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും. പാചക തൊഴിലാളികളോട് പറഞ്ഞു, തീരുമാനമെടുത്തില്ലേ. ഇവര് കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ സർക്കാർ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് UDF സർക്കാരിന്റെ വാഗ്ദാനമായിരുന്ന പ്രിയദർശിനി ബസ് തൊട്ട് പ്രായമുള്ളവർക്ക് പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നു. തന്നെയുമല്ല, ഇപ്പോൾ ഓണം വന്നു നിൽക്കുന്ന സമയത്ത് ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ സബ്സിഡി സാധനങ്ങളുടെയും 13 സാധനങ്ങൾ സോപ്പും ചീപ്പും കണ്ണാടിയും അല്ലാതെ എല്ലാ മാവേലി സ്റ്റോറിലും സപ്ലൈകോയിലും ലഭ്യമാക്കുന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഈ സർക്കാർ അതിനുവേണ്ടി ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാം വെടിപ്പായി ചെയ്തു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ സമ്മേളന നഗരിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗത്തിലേക്കൂടെ നമുക്കൊന്ന് പോകാം. ധനപ്രതിസന്ധിയ ഈ ഓണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ. എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്, മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്, 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഉദ്ഘാടനം ചെയ്യാതെ ആളുകൾ പോയിട്ടുണ്ട്. അത് സബ്സിഡിയുള്ള സാധനമൊന്നുമില്ല, സോപ്പും ചീപ്പും കണ്ണാടിയാണ് ഓണത്തിന്. അതൊക്കെ മാറി, സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു, ഇപ്പൊ കിട്ടിയില്ലേ. എല്ലാവർക്കും എല്ലാ കിട്ടാനുള്ള കുടിശ്ശികകളും കൊടുത്തു കഴിഞ്ഞു. അടുത്ത മാസം കിട്ടേണ്ടത് വരെ ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ഇനിയും സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ തിരുത്തുമെന്നും മുഖ്യമന്ത്രി ഇതിന് അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. സർക്കാർ എപ്പോഴും ജനങ്ങളുടെ ഒപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് സദസ് കേട്ടിരുന്നത്. അതൊക്കെ മാറി, സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു, ഇപ്പൊ കിട്ടിയില്ലേ. പാചക തൊഴിലാളികൾക്ക് കുടിശ്ശിക കിട്ടി. എല്ലാവർക്കും, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം കൊടുത്താൽ മതി. ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്. 19 തീയതി മുതൽ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. സർക്കാർ തെറ്റ് ചെയ്താൽ തിരുത്താൻ നമ്മുടെ പാർട്ടി ഉണ്ടാവും. പാർട്ടി പറഞ്ഞാൽ നമ്മൾ കേൾക്കും. പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞാൽ തിരുത്തും. തെറ്റ് പറ്റിയാൽ പാർട്ടിക്ക് വിധേയമായിട്ട്, പ്രസ്ഥാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം ഇടതുപക്ഷത്തിന് ദഹിക്കത്തില്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.